അപ്പോൾ ഗൈസ് നമ്മളിന്നൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് എന്താ നമ്മുടെ എക്സ്പെരിമെൻ്റ് എന്നല്ലേ, നമ്മൾ ഇതുപോലത്തെ ഒരു തീപ്പെട്ടിയുടെ ഒരു മാച്ച് ബോക്സ് കണ്ട. ഇത് നിങ്ങളുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും എന്തായാലും ഇങ്ങനത്തെ ഒരു തീപ്പെട്ടിയുടെ ഒരു ചെപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു സയൻസ് എക്സ്പെരിമെൻ്റാണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. നിങ്ങളിതുവരെ കണ്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല ഈ ഒരു എക്സ്പെരിമെൻറ്റ്. അപ്പോൾ കണ്ടത് ഇതുപോലത്തെ ഒരു സാധാരണ ഒരു പെട്ടിയാണ്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മുടെ ഇന്നത്തെ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഞാൻ ചെയ്ത് നോക്കണേന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചെയ്ത് നോക്കി നിങ്ങളുടെ പാരൻസിൻ്റെ ഇതിലത്ത് മാത്രം ചെയ്ത് നോക്കാം. അപ്പോൾ ചെയ്ത് കയ്യൊന്നും പൊള്ളിച്ച് വെച്ചാൽ ഞാൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല. അപ്പോൾ ട്രൈ അറ്റ് യുവർ ഓവൺ റിസ്ക്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. നമുക്ക് നേരെ വീട്ടിൽ ഇപ്പോൾ ഗൈസ് നമ്മൾ നേരത്തെ കാട്ടിയ ആ പുക ഇങ്ങനെ വരുത്തുന്ന സംഭവം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ ആവശ്യമുള്ളത് കുറച്ച് തീപ്പെട്ടി ചെപ്പുകളാണ്. ചെപ്പ് കീറുന്ന ചെപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇത്രയും തീപ്പെട്ടി ചെപ്പുകളാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുള്ള് കട്ട് ചെയ്യല്ല, കാട്ടി തരാം. അപ്പോൾ നമ്മളൊരു കട്ട് ചെയ്യാൻ സംഭവം എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിൻ്റെ ഈ പെട്ടിക്കൊള്ളി, തീപ്പെട്ടിയുടെ കൊള്ളി ഇടുന്ന സംഭവം മാറ്റി വയ്ക്കാം. അതാവശ്യമില്ല. അതിനുശേഷം ഇങ്ങനെ ഇരിക്കുമല്ലോ തീപ്പെട്ടി. ഇത് നമുക്ക് ആവശ്യമുള്ള ഭാഗം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ആവശ്യമുള്ളത്. ഈ മരുന്ന് കണ്ടോ ഇവിടെ, ഈ മരുന്നാണ് നമുക്ക് ആവശ്യമുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ മരുന്ന് മാത്രം എല്ലാ തീപ്പെട്ടിയും ഇങ്ങനെ വെട്ടിയെടുക്കണം. ഈ രണ്ട് സൈഡിലാണ് ഇതിൻ്റെ തീപ്പെട്ടി വരയ്ക്കുമ്പോൾ കത്താനുള്ള ഈ മരുന്നുള്ളത്. നമുക്കിത് വെച്ച് എല്ലാത്തിൻ്റെയും കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മളെല്ലാത്തിൻ്റെയും ഇങ്ങനെ കട്ട് ചെയ്യണം. കൈമുറിച്ച് കളയത്ത് കട്ട് ചെയ്യുമ്പോൾ കൈമുറിയാത്ത രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. പാട്ടിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് കട്ട് ചെയ്യാം. ഇപ്പോൾ ഗൈസ് നമ്മൾ കട്ട് ചെയ്തിട്ട് തരുന്നുണ്ട്. കണ്ട ഗൈസ്, ഇതാണ് രണ്ട് മരുന്നിൻ്റെ സൈഡ് എന്ന് പറയുന്നത്. ഒരു തീപ്പെട്ടിയുടെ രണ്ട് സൈഡിൽ മരുന്നുണ്ടാവുമല്ലോ, ഇതിന് രണ്ട് സൈഡിൽ. അങ്ങനെ നമ്മൾ ഫുള്ളിൻ്റെ നമ്മളിനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കിനി ചെയ്യാനുള്ളത് ഇതിൻ്റെ ഏകദേശം നല്ല കട്ടിയിലുണ്ടായിരിക്കും ഈ പേപ്പർ. ഒരു കാർഡ്ബോർഡിൻ്റെ ടൈപ്പ് ആയിരിക്കും. ഇതുമ്മയിൽ നിന്ന് നമ്മൾ ഈ മുകളിലെ ഈ മരുന്നുള്ള ഈ ലെയർ മാത്രമേ ഇതിൻ്റെ മീതിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കണം. കണ്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടി കണ്ട, കട്ടി കുറവായിരിക്കും. ഇതിന് നല്ല കട്ടിയായിരിക്കും. കണ്ട, അങ്ങനെ ഇത് ഫുള്ള് ഇന്നലത്തെ ലെയർ പൊളിച്ചെടുക്കാം. അതും കഴിഞ്ഞ് നമ്മുടെ ഈ മരുന്നുകൾ ഇത് എങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കത്തിക്കാം. കത്തിക്കുമ്പോഴാണ് നമ്മുടെ ആ സംഭവം ഉണ്ടായി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ദേ നമ്മളങ്ങനെ ഇതിൽ നിന്ന് ഊരിയെടുത്ത തീപ്പെട്ടിയുടെ ചെപ്പിൽ നിന്ന് ഊരിയെടുത്ത നമ്മുടെ ഈ സാധനങ്ങൾ കണ്ട, ഇതാണ് ഇതിൻ്റെ മരുന്ന്. അപ്പോൾ ഇനി നമുക്കിത് എന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം ഒരു നല്ലോണം മരുന്നുള്ളത് നോക്കി ഒരെണ്ണെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നല്ല മരുന്നുണ്ട് കണ്ട. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു ലൈറ്ററോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം. കാരണം തണുത്തിരിക്കണമെങ്കിൽ കറക്റ്റ് എഫക്റ്റ് കിട്ടില്ല. നന്നായിട്ടൊന്ന് ചൂടാക്കി റെഡിയാക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ പുക വരുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതേക്കണ്ട, ഇങ്ങനെ ഇരിക്കേണ്ടാവുക. ഇതിനൊന്ന് ഇങ്ങനെ മടക്കി പെട്ടെന്ന് കത്താൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ മടക്കി കൊടുക്കണേ. കണ്ടോ, ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു പഴയ ഒരു കപ്പ് ഉണ്ടാവുമല്ലോ, ഗ്ലാസ്, ഇങ്ങനത്തെ ടൈപ്പ് ഇതുപോലത്തെ കപ്പിൻ്റെ അടിഭാഗം എടുക്കാം. എന്നിട്ട് ഈ സംഭവം ഇങ്ങനെ മുകളിൽ വയ്ക്കാം. അതിന് ശേഷം ഇതൊന്ന് കത്തിച്ച് കൊടുക്കാം. കത്തിക്കാൻ പോകാൻ ഇതിൻ്റെ പുക ശ്വസിക്കാൻ പാടില്ല. അങ്ങനെ ഇതിങ്ങനെ കത്തിക്കഴിയുമ്പോൾ ഇത് ഇങ്ങനെ വേണ്ടാണ്ട് വേസ്റ്റ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കറുപ്പ കളറുള്ളൊരു സാധനം വന്ന് കാണാം. അപ്പോൾ ഇത് നമ്മൾ കൈമ തേക്കാണ്. ചൂട് ഉണ്ടാവാൻ ചിലപ്പോൾ
അപ്പോൾ നമ്മുടെ ഈ കയ്യിൽ ആക്കിയ സാധനം നമുക്ക് ഈ കൈ ഒന്നിങ്ങനെ വരച്ച് നോക്കാം. കയ്യിൽ നോക്കിയാൽ നമുക്ക് ഈ പുക പോകണത് കാണാം. കണ്ട, സിമ്പിളായിട്ട് കണ്ട. ഇത് നോക്കി എന്തോരം പുക പോകണേന്ന്. കണ്ട ഇതുപോലെ നിങ്ങളുടെ കൈമുളും ഇതുപോലെ ഇങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ പുക പോകുന്നതാണ്. കണ്ട ഗൈസ്, നമ്മുടെ കയ്യിൽ നിന്നാണ് ഈ പുക പോകുന്നത്. ഇതൊരു മാജിക് സയൻസ് എക്സ്പെരിമെൻ്റ് പോലത്തെ ഒരു സംഭവമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ, കൈ പൊള്ളിക്കാതൊക്കെ ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തീ വരില്ല, ചൂടൊന്നുമില്ല. പക്ഷേ തീ കത്തിക്കുമ്പോൾ കൈ പൊള്ളിക്കാതെ നോക്കണം. അപ്പോൾ ഗൈസ് കണ്ട, നമ്മുടെ ഈ ഒരു തീപ്പെട്ടിയുടെ ഈ മരുന്ന് വെച്ചാണ് നമ്മളിങ്ങനെ ഉറച്ചപ്പോൾ കയ്യിൽ നിന്ന് പുക വന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ കാണിച്ച് നിങ്ങൾക്ക് പറ്റിക്കാവുന്ന ഒരു കിടയിലുള്ള എക്സ്പെരിമെൻ്റാണ്, ഒരു സയൻസ്. ഇതിനകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സംഭവം എങ്ങനെയായാലും പുക വരുന്നുണ്ടല്ലോ സംഭവമായിരിക്കുമ്പോൾ. ഇതിൻ്റെ ഈ മരുന്ന് എന്തോ റിയാക്ഷൻ നടന്നിട്ടാണ് നമ്മളിങ്ങനെ കൈ വരയ്ക്കുമ്പോൾ പുക വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കിട്ടാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടാലോ. ബൈ ഗൈസ്.